ഒരാഴ്ചയോളം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സന്യാസിനിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ കുടുംബത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ഷെക്കിന ന്യൂസിനോട് സിസ്റ്റർ ജയിലിൽ നിന്ന് മോചിതയായി ജാമ്യം കിട്ടിയ ഈ ഒരു അവസരത്തിൽ കുടുംബത്തോടൊപ്പം ആ സന്തോഷത്തിൽ ഷെക്കിന ന്യൂസും പങ്കുചേരുകയാണ്. സിസ്റ്ററിൻ്റെ അമ്മ, ഇളയ സഹോദരനുണ്ട്, അപ്പോൾ സഹോദരിയുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇവരുടെ ഒരാഴ്ചയോളം കഴിഞ്ഞു പോയ അവരുടെ അവസ്ഥകളും വേദനകളും. എങ്ങനെയായിരുന്നു? ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇന്നത്തേക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നലെ ആ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് ഇന്നത്തേക്ക് മാറ്റിവെച്ച് ഇന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അമ്മ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇന്നാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അമ്മ രോഗാവസ്ഥയിലുള്ള ഒരു സാഹചര്യമായിരുന്നു അല്ലേ? അമ്മച്ചിയോട് ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു. പിന്നെ അതെല്ലാം അമ്മച്ചി മനസ്സിലാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നോ? പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ചേച്ചി, എങ്ങനെയായിരുന്നു ഈ ഒരു ആഴ്ചയിൽ സിസ്റ്റർക്ക് വേണ്ടിയെല്ലാം എല്ലാ ഫാമിലി അടക്കം പ്രാർത്ഥിക്കുകയായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിൽ പോവുകയും കൊന്ത ചൊല്ലിയും അല്ലാതെ മൊത്തം പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. അപ്പം ഇന്നലെ അങ്ങനെ വന്നപ്പോൾ ഇച്ചിരി വിഷമമുണ്ടായിരുന്നു കൂടുതൽ. ഇന്ന് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ കിട്ടിയപ്പോൾ. അപ്പോൾ നിങ്ങൾ സിസ്റ്ററിന് ലാസ്റ്റായിട്ട് ഇവിടെ വന്ന സമയം ഒന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ നവംബറിലാണ് വന്നത്. അമ്മച്ചി കാലൊടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പം അമ്മച്ചിയെ ശുശ്രൂഷിക്കാനും വേണ്ടി വന്നതാണ്. എൻ്റെ സന്തോഷത്തിൽ പോയതായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു കേട്ടിടത്ത് ജയിലിലൊക്കെ വലിയൊരു സാഹചര്യമായിരുന്നു കേട്ടത്. പക്ഷെ അവിടെ ചെന്നു, ജയിലിൽ കയറി കണ്ടു. അവിടെയുള്ളവരെല്ലാം വളരെ കോപ്പറേറ്റീവായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. എല്ലാവരും ഇടപെടുകയും മാധ്യമങ്ങളും കൂടെ എല്ലാവരും വിവരം പറഞ്ഞു. അവർക്കും ഇവരോടൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം പരമാവധി നല്ല പോലെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ. അവരും കുറച്ചൊക്കെ ജയിലിലെ ഉള്ളിലായിട്ട് അവരും ഇണങ്ങി വരികയായിരുന്നു. അവിടെ ഒത്തിരി പാവങ്ങളാണ്, ജയിലിൽ കിടക്കുന്നവരും നിരപരാധികളാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഇവരെ കൈപിടിച്ച് അവർ വെക്കും പ്രാർത്ഥിക്കാൻ. അങ്ങനെയൊക്കെ ആയിട്ട് അവർക്കും ഒരു ആശ്വാസമൊക്കെ ആയിട്ട് അവിടെ അങ്ങ് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ വന്ദന അന്ന് ചെന്നപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത്? വന്നപ്പോൾ എല്ലാവരെയും അന്വേഷിച്ചു. എല്ലാവരെയും പിന്നെ ഈ കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജയിലിലെ അവരുടെ ഇതൊക്കെ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ രോഗാവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജയിലാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും അന്വേഷണം പറഞ്ഞു. അന്നത്തേക്ക് നമുക്ക് ജാമ്യത്തിന് പോകുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടോ, എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷകൾ കൊടുത്ത് ഞങ്ങൾ പോകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെയുള്ള അവരുടെ ആൾക്കാരൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നുള്ള നമ്മുടെ ആൾക്കാരൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇതനുസരിച്ച് എനിക്ക് മുന്നോട്ട് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു, നിയമ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ? നിയമ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. FIR തന്നെ റദ്ദാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ നമ്മുടെ സഭയുടെ ഭാഗത്തുനിന്ന് സഭാപിതാക്കന്മാർ, KCBC താഴ്ത്ത പിതാവ്, അഡ്രസ് പിതാവ്, നമ്മുടെ പിതാക്കന്മാരൊക്കെ വിളിച്ചായിരുന്നു. എല്ലാവരും ഒത്തിരി പരിശ്രമിച്ചു. എല്ലാത്തിനും ഒത്തിരി നന്ദി. ഞങ്ങളുടെ ഇടവക പള്ളി വികാരി എല്ലാവരും, പുള്ളി ഞങ്ങളുടെ കൂടെ അവിടെ വന്നായിരുന്നു പ്രാർത്ഥനയും. പിന്നെ ഒത്തിരി ജനങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഇവിടെ പള്ളിയിലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതുമായിട്ട് പ്രവർത്തിച്ച ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഒരു രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും എല്ലാ മേഖലയിലും ജനങ്ങളായിട്ടും പിന്നെ ഇവിടെ വന്ന ഒത്തിരി പേരുണ്ട്. പല സിസ്റ്റേഴ്സും കോൺഗ്രിഗേഷൻ്റെ ആൾക്കാർ, മറ്റ് ഒന്നുമില്ലാത്ത ദൂരെ നിന്ന് വന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും നന്ദി. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മോട് പ്രതികരിച്ചത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ കുടുംബമാണ്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അഭിനൊപ്പം അമലായി ടോം, കണ്ണൂർ.